കേരളത്തിന്റെ പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം. കേരളത്തിന്റെ പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. ദക്ഷിണ വാരണാസി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ക്ഷേത്രം. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ക്ഷേത്രമാണ് ദക്ഷിണ വാരണാസി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തെയാണ്. ദക്ഷിണ ദ്വാരക ഗുരുവായൂർ ക്ഷേത്രം. തെക്കൻ കേരളത്തിലെ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴ ക്ഷേത്രത്തെയാണ്. തെക്കൻ കേരളത്തിലെ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴ ക്ഷേത്രം. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ക്ഷേത്രം കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് ക്ഷേത്രമാണ്. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്നത് കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് ക്ഷേത്രം. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രമാണ്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് ശബരിമല മകരവിളക്കാണ്. ദക്ഷിണ കുംഭമേള ശബരിമല മകരവിളക്ക്. കേരള പൊതു ജനസമ്പർക്ക വകുപ്പിന്റെ മുഖപത്രമാണ് ജനപദം. കേരള പൊതുജന സമ്പർക്ക വകുപ്പിന്റെ മുഖപത്രം ജനപദം ആണ്. സംഗീത നാടക അക്കാദമിയുടെ മുഖപത്രമാണ് കേളി. സംഗീത നാടക അക്കാദമിയുടെ മുഖപത്രം കേളി. കേരള സാംസ്കാരിക വകുപ്പിന്റെ മുഖപത്രമാണ് സംസ്കാര കേരളം. കേരള സാംസ്കാരിക വകുപ്പിന്റെ മുഖപത്രമാണ് സംസ്കാര കേരളം. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രമാണ് സാഹിത്യ ലോകം. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രമാണ് സാഹിത്യ ലോകം. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രമാണ് ഗ്രന്ഥലോകം. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രമാണ് ഗ്രന്ഥലോകം. കേരളത്തിലെ ആദ്യത്തെ സ്പീക്കർ ആർ ശങ്കരനാരായണൻ തമ്പിയാണ്. കേരളത്തിലെ ആദ്യ സ്പീക്കർ ആർ ശങ്കരനാരായണൻ തമ്പി. കേരളത്തിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ KO ഐഷാബായിയാണ്. കേരളത്തിലെ ആദ്യ സ്പീക്കർ ആർ ശങ്കരനാരായണൻ തമ്പിയും കേരളത്തിലെ ആദ്യ ഡെപ്യൂട്ടി സ്പീക്കർ KO ഐഷാബായിയുമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തിയാണ് EMS നമ്പൂതിരിപ്പാട്. കേരളത്തിൽ മുഖ്യമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി EMS നമ്പൂതിരിപ്പാടാണ്. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി R ശങ്കറാണ്. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രിയാണ് R ശങ്കർ. കേരളത്തിൽ തുടർച്ചയായി 2 തവണ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് C അച്യുതമേനോൻ. കേരളത്തിൽ തുടർച്ചയായി 2 തവണ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി C അച്യുതമേനോനാണ്. കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തിയാണ് ഉമേഷ് റാവു. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്നാണ് ഉമേഷ് റാവു കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തിയാവുന്നത്. കേരളത്തിലെ ആദ്യത്തെ നിയമസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 5-നാണ്. 1957 ഏപ്രിൽ 5-നാണ് കേരളത്തിലെ ആദ്യത്തെ നിയമസഭ നിലവിൽ വന്നത്. നിയമസഭയ്ക്ക് പുറത്തുവെച്ച് നിയമസഭാംഗമായ കേരള നിയമസഭയ്ക്ക് പുറത്തുവെച്ച് നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ വ്യക്തി മത്തായി ചാക്കോയാണ്. നിയമസഭയ്ക്ക് പുറത്തുവെച്ച് നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ വ്യക്തിയാണ് മത്തായി ചാക്കോ. കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാനായിരുന്നു ജസ്റ്റിസ് MM പരീതുപിള്ള. കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് MM പരീതുപിള്ളയാണ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് പാലാട്ട് മോഹൻദാസ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് പാലാട്ട് മോഹൻദാസ്.